ഹായ് ചെല്ലക്കളീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പോ വേണമെങ്കിലും പൊട്ടാം. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്താന്നല്ലേ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ കുഴിമന്തിയാണ്. ആക്ച്വലി നമ്മൾ മിക്കപ്പോഴും ഉണ്ടാക്കുന്നതാട്ടോ, എങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നീ മിക്കപ്പോഴും ഉണ്ടാക്കുന്നതെന്ന് വെച്ച് ഞാൻ വലിയ മന്തി സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ചാനലൊക്കെ നോക്കി തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ആള് സൂപ്പറായിട്ട് ഉണ്ടാക്കും കേട്ടോ, കിടിലാണ്. ഫുഡൊക്കെ സൂപ്പറായിട്ടല്ല ഉണ്ടാക്കുന്നതൊക്കെ. ഞെട്ടണ്ട ചേച്ചി തന്നെയാണ്. എന്തോ എനിക്കറിയത്തില്ല. പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പം ഞാൻ വലിയ പ്രൊഫഷണൽ ആയിട്ട് മന്തി ഉണ്ടാക്കുന്നതൊന്നും ചിന്തിക്കല്ലേ. ഞാൻ യൂട്യൂബ് ചാനലൊക്കെ നോക്കി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തെറ്റുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതിന്റെ 7 അയൽവക്കത്ത് പോലും ഞാൻ പോയിട്ടില്ല. എനിക്കിതിലൊരു ഒരു റോളും ഇല്ല, എല്ലാം ചേച്ചിയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ കണ്ടു നോക്കിയാലോ. അപ്പം മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്ത സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ബേ ലീവ്സ്, പിന്നെന്താ ഗ്രാമ്പു, ജീരകം, മല്ലി മുഴുവൻ മല്ലിയാണേ, പട്ട, കുരുമുളക്, ഏലക്ക, വെളുത്തുള്ളി, ഉണക്കനാരങ്ങ, പിന്നെ സൺഫ്ലവർ ഓയിൽ. അപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ജീരകം, ഒരു 5-6 ഗ്രാമ്പു, ഒരു 6-7 ഏലക്ക, പിന്നെ ഒരു 4 ബേ ലീവ്സ്, 1 ടീസ്പൂൺ കുരുമുളക്, 2 ഉണക്കനാരങ്ങ ക്രഷ് ചെയ്തിടുക, പിന്നെ ഒരു മീഡിയം സൈസ് പട്ട 2-3 എടുക്കുക. ഇത്രയും എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു പാൻ എടുത്തിട്ട് ഇത്രയും സാധനങ്ങൾ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ചൂടാക്കാന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് മൂത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി ഒന്ന് ചൂടായാൽ മതി. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലെടുത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പക്ഷേ ഞാൻ ഒരു കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇത് പൊടിച്ചെടുക്കാൻ നേരം നമ്മൾ ആ വെളുത്തുള്ളി ഇതിലേക്ക് ഇടേണ്ടതായിരുന്നു. വെളുത്തുള്ളിയും ഇടണം. ഞാൻ പിന്നെ ഒരു 2 മാഗി ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്, അതും കൂടി ഇടുക കേട്ടോ. ഇതെല്ലാം കൂടെ പൊടിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മന്തി മസാല റെഡിയാണേ. നമ്മൾ ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ മന്തി മസാല എടുത്ത് മാറ്റി വെക്കണം. ഇത് നമുക്ക് അവസാനം റൈസിന് വേണ്ടി ആവശ്യത്തിന് വേണ്ടിയാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ മതിയാവും. അപ്പം ഇതാണ് ചിക്കൻ. ഞാൻ 1 കിലോ ചിക്കൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. അപ്പം ഫസ്റ്റ് ചിക്കൻ എല്ലാം നന്നായിട്ടൊരു സ്ക്യൂർ വെച്ച് കുത്തി വെക്കണം. കാരണം നമ്മൾ മസാല പുരട്ടുമ്പോൾ അതൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയാണേ. ഇനി ഒരു പാൻ എടുത്തിട്ട് നമ്മുടെ മന്തി മസാലയും ആവശ്യത്തിന് ഉപ്പ് നോക്കണേ. ഞാൻ ഇപ്പോഴാണ് ഉപ്പിട്ടത്. ഉപ്പ് നോക്കി ഉപ്പും പിന്നെന്താ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ഇട്ട് ആവശ്യത്തിന് എണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ നിന്നും കൂടെ ഒരു 2 ടീസ്പൂൺ ഈ മസാല ഒന്ന് മാറ്റി വയ്ക്കണം കേട്ടോ. നമ്മൾ ഓൾറെഡി നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട്, അത് റൈസിനാണ്. ഇത് നമ്മുടെ ചിക്കന് വേണ്ടിയുള്ളതാണ്. ഇതിൽ നിന്നും മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കൻ എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അതിലൊന്ന് പുരട്ടണം കേട്ടോ. ഈ മസാല നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം. അപ്പം ഇനി നമ്മൾ ചെയ്യാനുള്ളത്, ഈ ചിക്കൻ നമ്മൾ ഒരു ഇഡ്ഡലിക്കുട്ടകം എടുത്തിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ആവി കയറ്റി വെക്കാനുള്ളതാണേ. അപ്പം അതിന് വേണ്ടി നമ്മൾ ആവി കയറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഇഡ്ഡലിക്കുട്ടകം മതിയാവും. എല്ലാ ചിക്കനും ഒരുമിച്ചിടാം. നിങ്ങൾക്ക് ഇപ്പോൾ 2-3 തവണയായിട്ട് വെച്ചാലും മതി. എനിക്കിത്തിരി രാത്രി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി എല്ലാം കൂടെ ഒരുമിച്ചാണ് വയ്ക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തിരിച്ച് മറിച്ച് വിട്ട് കൊടുക്കണം കേട്ടോ. അതും കൂടെ നമ്മൾ ചെയ്യണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ വലിയ ചിക്കനാണ് കടയിൽ പറഞ്ഞത്, പക്ഷെ അവരത് ചെറുതാക്കി തന്നു. പിന്നെ കിട്ടിയത് കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് വേകുന്ന ടൈമിൽ ഞാൻ വിചാരിച്ചു മയണൈസ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. മയണൈസിന് വേണ്ടി ഞാൻ ഒരു ഫുൾ മുട്ട എടുത്തു. പിന്നെ 2 മുട്ടയുടെ വെള്ള മാത്രം എടുത്തു കേട്ടോ. എടുത്ത് അതിലേക്ക് വെളുത്തുള്ളി, എനിക്ക് വെളുത്തുള്ളിയുടെ ആ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു 5-6 വെളുത്തുള്ളി എടുത്തായിരുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ചിക്കൻ ഓൾറെഡി അവിടെ വെന്തു, ആവി കയറി. ഇപ്പം നമ്മുടെ റൈസ് എടുക്കുക. റൈസിലേക്ക് ആ ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, ഇഡ്ഡലിക്കുട്ട്, നമുക്ക് ആവി കയറ്റിയെടുത്ത് ബാക്കി വന്ന ആ വെള്ളമുണ്ട്, അതും എടുത്ത് അതിലേക്ക് ജീരകവും കറിവേപ്പ്, നമ്മുടെ ബേ ലീവ്സും ഏലക്കായും കുരുമുളകും എല്ലാം ഓരോ ടീസ്പൂൺ വെച്ച് എന്ത് ചെയ്യുന്നു, ഞാൻ ഇതിനകത്തിട്ടു. മുഴുവൻ മല്ലി നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതെല്ലാം ഇടുക. അതിൻ്റെ കൂടുതൽ നമ്മുടെ മന്തി മസാല നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ മന്തി മസാലയും ഒക്കെ ഇട്ട്
നന്നായിട്ട് ഒന്ന് നമ്മൾ റൈസ് ആവശ്യത്തിന് നമുക്കറിയാമല്ലോ, അതിൻ്റെ പാകമൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മുടെ റൈസ് നന്നായിട്ട് വേവിച്ചെടുക്കണം. കൂടുതൽ സൺഫ്ലവർ ഓയിൽ വീണ്ടും ഒഴിക്കണം കേട്ടോ, നമ്മുടെ ചോറ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം അതും കൂടെ നമ്മൾ ചെയ്യണം കേട്ടോ. ഇനി നമ്മുടെ ആവി കയറ്റിയ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചില്ലായിരുന്നോ, എണ്ണയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത്, അതെടുക്കുവാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ റെഡ് കളർ ചേർക്കാം, പക്ഷേ ഞാൻ കളർ ചേർക്കുന്നില്ല, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കളർ ചേർത്തില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങ് മുരിഞ്ഞു പോകുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ചോറ് എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ പുറത്ത് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഇട്ടിട്ട് പിന്നെന്താ അതിനെ നന്നായിട്ടൊന്ന് പുകച്ചെടുക്കണം കേട്ടോ. കരി ഉപയോഗിച്ച് നന്നായിട്ട് പുകച്ച് അടച്ച് വയ്ക്കുക. നമ്മുടെ മന്തി ഇവിടെ റെഡിയാണ്. തീർന്നു. ഇതാ അപ്പം ഇതാ ഞങ്ങൾ കഴിക്കട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ലൈക്ക് ചെയ്യുക.